നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. ശമ്പളവും പെൻഷനും കൃത്യസമയത്ത് കൊടുക്കാനായി കഴിയാത്തൊരു സാഹചര്യത്തിലേക്കാണ് സംസ്ഥാന ഗവൺമെൻറ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പെൻഷനാകട്ടെ ഏറെക്കാലമായി മുടങ്ങിക്കിടക്കുന്നു. അത് വല്ലപ്പോഴും ഗഡുക്കളായി കൊടുത്തു തീർക്കുന്ന ഒരു സാഹചര്യവും. പലതരത്തിലുള്ള പദ്ധതികൾക്കും വിലങ്ങുതടിയായി നിൽക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധിയുമാണ്. ഈ സമയത്താണ് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലെ നിർമ്മാണ പ്രവർത്തികളൊക്കെ തന്നെ കൃത്യസമയത്ത് തകൃതിയായി തന്നെ നടക്കുന്നുണ്ട്. അതായത് ക്ലിഫ് ഹൗസിൽ ഓരോ വർഷവും ഇതിനുവേണ്ടി ഖജനാവിൽ നിന്നും ലക്ഷോപലക്ഷം രൂപയാണ് ചിലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായി ഇത് എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചാൽ, ഇതിനു വേണ്ട തയ്യാറെടുപ്പുകൾ ആര് നടത്തുന്നു എന്ന് ചോദിച്ചാൽ, അത് മരുമകൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് മന്ത്രി മുഹമ്മദ് റിയാസ്. കാരണം മരാമത്ത് ടൂറിസം വകുപ്പ് വഴിയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ട് ചിലവഴിച്ചു വിടുന്നത്. രണ്ടിൻ്റെയും മന്ത്രി മുഹമ്മദ് റിയാസ് തന്നെയാണ്. ക്ലിഫ് ഹൗസിലെ നിർമ്മാണ പ്രവർത്തനങ്ങളെക്കുറിച്ച് നിയമസഭയിൽ UDF MLA മാർ നിരന്തരം ചോദ്യം ഉന്നയിക്കാറുണ്ട്. ഇതിനു മുൻപും ഇത്തരത്തിൽ ചോദ്യം ഉന്നയിച്ചിരുന്നു. ഷാഫി പറമ്പിൽ MLA ആയിരുന്നു ചോദ്യം ഉന്നയിച്ചത്. എന്നാൽ അതിനുശേഷമാണ് അതിനുള്ള മറുപടി കൊടുത്തത്. കൃത്യസമയത്ത് മറുപടി കിട്ടാറേയില്ല. വിവരാകാശവും ടെൻഡർ വിശദാംശങ്ങളും വഴിയാണ് ക്ലിഫ് ഹൗസിലെ ചെലവുകൾ സംബന്ധിച്ചുള്ള കോടികളുടെ നിർമ്മാണ കഥകൾ പുറം ലോകത്തറിയാനായി കഴിയുന്നത്. എന്നാൽ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പിണറായി വിജയൻ്റെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിലെ നവീകരണ പ്രവർത്തന കണക്കുകൾ പുറത്തു വന്നിരിക്കുകയാണ്. നിർമ്മാണത്തിന് വേണ്ടി പൊതുമരാമത്ത് വകുപ്പ് മാത്രം 3 വർഷം കൊണ്ട് ചിലവഴിച്ചത് 1,80,00,000 രൂപയാണ്. ഇനി മറ്റൊരു വിരോധാഭാസം കേൾക്കണമെങ്കിൽ, ഒരു വസതിക്കായി 2 കോടിക്കടുത്ത് രൂപ ചിലവഴിച്ചിരിക്കുന്നു. പക്ഷേ സർക്കാർ തന്നെ ലൈഫ് മിഷൻ പദ്ധതി പാവങ്ങൾക്ക് വീട് വയ്ക്കാനായി നൽകുന്നത് കേവലം 4 മുതൽ 5 ലക്ഷം രൂപ വരെയാണ്. പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ക്ലിഫ് ഹൗസിലെ ഔദ്യോഗിക വസതിയിലെ സെക്യൂരിറ്റി ഗാർഡിൻ്റെ റൂമിന് 97 ലക്ഷം രൂപ ചിലവഴിച്ചിട്ടുണ്ട്. ഇതിനേറെ പറയുന്നു, അവിടുത്തെ ഒരു ചാണകക്കുഴിക്ക് പോലും 4.5 ലക്ഷം രൂപയോളം ചിലവഴിച്ചതായിട്ടുള്ള കണക്കാണ്, വിശദാംശങ്ങളാണ് പുറത്തു വരുന്നത്. ഇതാണ് ഏവരെയും ഞെട്ടിച്ചിരിക്കുന്നത്. ക്ലിഫ് ഹൗസിൻ്റെ വളപ്പിൽ സ്ഥാപിച്ചിട്ടുള്ള കാലിത്തൊഴുത്തിന് 23 ലക്ഷം രൂപയാണ് ചിലവഴിച്ചത്. അതോടൊപ്പമാണ് ചാണകക്കുഴിക്ക് വേണ്ടി മാത്രം 4,40,000 രൂപയും ചിലവഴിച്ചത്. ഇതിൻ്റെ കരാർ ഏറ്റെടുത്തിരിക്കുന്ന മറ്റാരുമല്ല, ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി തന്നെയാണ് ഏറ്റവും കൂടുതൽ തുകയുടെ നിർമ്മാണത്തിന് കരാർ നൽകിയിരിക്കുന്നത്. നിയമസഭയിൽ ഇപ്പോൾ ടി സിദ്ദിഖ് MLA ചോദ്യമായി ഉന്നയിച്ച വിഷയത്തിൽ നൽകിയ മറുപടിയിലാണ് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് കാര്യങ്ങളൊക്കെ തന്നെ തുറന്നു പറയുന്നത്. സഭാ സമ്മേളന കാലയളവിൽ നൽകിയ ചോദ്യത്തിനുള്ള മറുപടി വളരെ വൈകിയാണ് ഇപ്പോൾ വെബ്സൈറ്റിലൂടെ മനസ്സിലാക്കാനായി കഴിഞ്ഞിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ തുക ചിലവഴിച്ചത് സെക്യൂരിറ്റി ഗാർഡ് റൂം നിർമ്മിക്കാൻ വേണ്ടിയാണ്. 98 ലക്ഷം രൂപ, ഏകദേശം പകുതിയോളം. ഒരു നില മാത്രമുള്ള ക്ലിഫ് ഹൗസിൽ ഒരു ലിഫ്റ്റ് ഘടിപ്പിക്കാൻ 17 ലക്ഷം രൂപയും, ഇനി ലിഫ്റ്റ് വെച്ചപ്പോഴുണ്ടായ അധിക ജോലിക്ക് വേണ്ടി പൈപ്പ് ലൈൻ മാറ്റിയൊക്കെ വയ്ക്കാൻ 5,65,000 രൂപയും ചിലവായിട്ടുണ്ട്. അതായത് ഒരു ചിലവില്ലെങ്കിൽ മറ്റൊരു ചിലവ് കൊണ്ടുവന്ന് അധിക ചിലവാക്കുന്ന പ്രവൃത്തി. 12 ലക്ഷമാണ് ക്ലിഫ് ഹൗസിലെ പെയിൻറ്റിങ്ങിൻ്റെ ചിലവ്. 2 തവണയായി ശുചിമുറി നന്നാക്കാനായി 2,95,000 രൂപ, 3 ലക്ഷം രൂപയ്ക്ക് അടുത്ത്. ബാക്കിയുള്ള പണികളുടെ ടെൻഡർ നടപടികൾ അന്തിമഘട്ടത്തിലൂടെ പോകുന്നു. ടെൻഡർ ക്ഷണിച്ചത് 3,72,000 രൂപയ്ക്കാണ്. GS സുരേഷ് കുമാർ എന്ന കോൺട്രാക്ടറാണ് നേരത്തെ പരാമർശിച്ച ഈ ചാണകക്കുഴി നിർമ്മിക്കാനായി തയ്യാറായത്. പക്ഷേ പണി പൂർത്തീകരിച്ചപ്പോൾ ടെൻഡർ വിളിച്ച 3,72,000-നേക്കാളും കൂടുതലും 4 ലക്ഷം കടന്ന് 68,000 രൂപ അധികമായി. അതുപോലെ തന്നെ നേരത്തെ തന്നെ പുറത്തു വന്നൊരു വാർത്തയായിരുന്നു മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലെ നീന്തൽക്കുളം നവീകരണം. ഇതിനായി മുൻപ് ചിലവഴിച്ചതും ലക്ഷങ്ങൾ തന്നെയാണ്. 2016 മുതൽ നീന്തൽക്കുളത്തിന് വേണ്ടി ചിലവഴിച്ചത് 31,92,360 രൂപയാണ്. വിവരാകാശ രേഖയിലൂടെയാണ് ഈ ഞെട്ടിപ്പിക്കുന്ന കണക്ക് പുറത്തു വന്നിരിക്കുന്നത്. ഒരു കുളത്തിന് വേണ്ടി 30 ലക്ഷം രൂപ, അതും ക്ലിഫ് ഹൗസിനുള്ളിൽ. ആർക്ക് പ്രയോജനം, എന്ത് പ്രയോജനമെന്ന ചോദ്യമാണ് പ്രതിപക്ഷം ശക്തമായി ഉന്നയിക്കുന്നത്. നിയമസഭയിലടക്കം ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും സർക്കാർ മറച്ചുവെച്ച ഈ കണക്ക് വിവരാവകാശ നിയമപ്രകാരമാണ് പുറത്തു വന്നത് പോലും. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ വീർപ്പ് മുട്ടുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ക്ലിഫ് ഹൗസിൽ നീന്തൽക്കുളത്തിനായി ഇത്രയധികം ലക്ഷം രൂപ ചിലവഴിച്ചതായുള്ള കണക്ക് പോലും പുറത്തു വന്നത്. പിണറായി സർക്കാർ എന്ന അധികാരത്തിൽ വന്നോ 2016 മെയ് മുതൽ തന്നെ 2022 നവംബർ 14 വരെ 31,92,360 രൂപ ചിലവഴിച്ചു എന്നാണ് പഴയ കണക്കിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിലത്തത് പുറത്തു വന്നിട്ടില്ല. കുളം നവീകരിച്ചെടുക്കാനുള്ള ചെലവെന്ന് പറയുന്നത് 18,06,789 രൂപ. അതിൽ മേൽക്കൂര പുതുക്കാനും പ്ലാൻ റൂം നന്നാക്കാനുമായി 7,92,433 രൂപ. കൂടാതെ വാർഷിക അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി 2 തവണയായി 6 ലക്ഷത്തോളം രൂപ കൊടുത്തു. വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ചതും ഏകദേശം നാശത്തിൻ്റെ പടുകുഴിയിലേക്ക് പോയതുമായിട്ടുള്ള ഒരു നീന്തൽക്കുളമാണ് ഇങ്ങനെ നന്നാക്കിയെടുത്തതായി ടൂറിസം ഡയറക്ടറേറ്റ് പോലും പറയുന്നത്. വിവരാവകാശ രേഖയിൽ തന്നെയാണ് ഇതും ചൂണ്ടിക്കാണിക്കുന്നത്.
ക്ലിഫ് ഹൗസിലെ നീന്തൽക്കുളത്തിന് എത്ര ലക്ഷം രൂപ ചിലവായി എന്നുള്ള ചോദ്യം പലതവണ നിയമസഭയിൽ പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു. സർക്കാർ പലതവണയായി മറുപടി പറയാതെയും ഒഴിഞ്ഞു മാറുകയായിരുന്നു. ഏറ്റവും ഒടുവിലാണ് പിടി വീണത് പോലും. എന്തിനേറെ പറയുന്നു, നേരത്തെ കാലിത്തൊഴുത്തിനായി 40 ലക്ഷം ചിലവഴിച്ചു എന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ അസംബന്ധമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു മടിയും കൂടാതെ സഭയിൽ വെച്ച് പറയുകയുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് അതിൻ്റെ വിവരാവകാശ രേഖ വന്നപ്പോൾ ഈ പറഞ്ഞതൊക്കെ പിൻവലിക്കേണ്ട സാഹചര്യമാണ്, മൂക്കത്ത് വിരൽ വയ്ക്കുന്ന അവസ്ഥയാണ് ഉണ്ടായത്. അതുതന്നെയാണ് ഇപ്പോൾ വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്. ഇനി നീന്തൽക്കുളത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മുൻ മുഖ്യമന്ത്രി കെ കരുണാകരൻ്റെ കാലഘട്ടത്തിലാണ് ആ കുളം നിർമ്മിച്ചത്. 2016 പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ശേഷം അത് നവീകരിക്കാൻ നോക്കി. ഇതിൻ്റെ അറ്റകുറ്റപ്പണികൾക്കായിട്ടാണ് ഇത്രയധികം 30 ലക്ഷത്തോളം രൂപ ചിലവഴിച്ചതും. നീന്തൽക്കുളത്തിൻ്റെ ഒന്നാം ഘട്ട പരിപാലനത്തിനായി 2,28,00,000 രൂപ അനുവദിച്ചു. രണ്ടാം ഘട്ട പ്രവൃത്തിക്കായി 2,51,000 രൂപ അനുവദിച്ചു. മൂന്നാം ഘട്ട നവീകരണത്തിന് വേണ്ടി 3,84,000 രൂപയും നാലാം ഘട്ട നവീകരണത്തിനായി 3,84,000 രൂപയും ഇതുപോലെ അനുവദിക്കുകയാണ് ചെയ്തത്. നിത്യ ചെലവുകൾക്ക് പോലും പൈസയില്ലാതെ ഏറെ ബുദ്ധിമുട്ട് അനുഭവിച്ച് സംസ്ഥാനം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ, സാമ്പത്തിക പ്രതിസന്ധിയുടെ ഏറ്റവും ഉച്ചസ്ഥായിയിൽ നിൽക്കുമ്പോഴാണ് മന്ത്രിമന്ദിരങ്ങൾ മോടികൂട്ടാനും ഔദ്യോഗിക വാഹനങ്ങൾ മാറ്റി മാറ്റി വാങ്ങാനുമായി തുക ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത്. ധൂർത്തും ആർഭാടവും മാത്രമല്ല, ഇത് ഏറ്റവും വലിയ ചതിയാണ്, അതും ജനങ്ങളോട് ചെയ്യുന്ന. ക്ലിഫ് ഹൗസിലെ കാലിത്തൊഴുത്തിനും ചുറ്റുമതിലിലും ലിഫ്റ്റിനുമൊക്കെ തന്നെ തുക വകയിരുത്തിയതിലും വലിയ വിമർശനം നേരത്തെ ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. ഒപ്പം തന്നെ നീന്തൽക്കുളത്തിൻ്റെയും ഏവരെയും ഞെട്ടിച്ചൊരു കണക്ക് തന്നെയായിരുന്നു നീന്തൽക്കുളത്തിൻ്റെയും അതുപോലെ തന്നെ കാലിത്തൊഴുത്തിൻ്റെയും ഏറ്റവും ഒടുവിലത്തെ സെക്യൂരിറ്റി ഗാർഡിൻ്റെ ഓഫീസ് റൂമിനായി 1 കോടി രൂപ ചിലവഴിച്ചത്. ഈ ക്ലിഫ് ഹൗസിലെ ഇങ്ങനെ ചിലവഴിക്കുന്ന കോടികളുടെ കണക്കെന്ന് ഏവർക്കും അറിയാവുന്ന ഒരു കഥ മാത്രമാണ്. അതിനെ ചോദ്യം ചെയ്യാനോ അതിനെ എതിർക്കാനോ ആരും തന്നെ മുന്നിട്ട് വരുന്നില്ല എന്ന് സാരം. അതുകൊണ്ട് തന്നെ ഈ മരാമത്ത് വകുപ്പ് മുഖേന ക്ലിഫ് ഹൗസിൽ പലതരത്തിൽ ഈ മന്ത്രിസഭയുടെ കാലത്ത് പല ചെലവുകൾ നടത്തിയിട്ടുണ്ട്. ഇതൊക്കെ തന്നെ തുറന്നു പറയേണ്ട ഒരു സാഹചര്യവും മന്ത്രി കൂടിയായിട്ടുള്ള മുഹമ്മദ് റിയാസിനുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇല്ലായെങ്കിൽ വിവരാവകാശ രേഖയിലൂടെ ഇതൊക്കെ തന്നെ ലഭിക്കാവുന്നതുമാണ്. ഇനി ക്ലിഫ് ഹൗസിൻ്റെ ഒരു ചരിത്രം കൂടി പറയുകയാണെങ്കിൽ, തിരുവിതാംകൂർ രാജഭരണകാലത്ത് 1939 ഇതിൻ്റെ നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചത്. ആദ്യം ദേവസ്വം വകുപ്പിൻ്റെ ചാർജ് ഉണ്ടായിരുന്ന ദിവാൻ പോഷ്കർക്ക് താമസിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നിർമ്മിച്ചത്. 42 ഇതിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. ബ്രിട്ടീഷ് ഭരണകാലമാണ്. എക്സൈസ് കമ്മീഷണറും ഈ വസതിയിൽ അക്കാലത്ത് താമസിച്ചു. തിരുവനന്തപുരത്തെത്തിയ സാഹചര്യത്തിൽ മഹാത്മാഗാന്ധി പോലും ഈ കെട്ടിടത്തിൽ താമസിച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. സ്വാതന്ത്ര്യലബ്ധി ലഭിച്ചതിന് ശേഷം ഈ കെട്ടിടമാകട്ടെ പൊതുമരാമത്ത് വകുപ്പ് ഏറ്റെടുത്തു. മരാമത്ത് വകുപ്പിൻ്റെ ഗസ്റ്റ് ഹൗസായി പിന്നീട് ഇതിനെ മാറ്റി. 1957 ഇതിനെ ഔദ്യോഗികമായി മുഖ്യമന്ത്രിമാരുടെ വസതിയാക്കിയെടുത്തു. പല സർക്കാരുകൾ മാറി മാറി വന്നു. ആ സമയത്തൊക്കെ തന്നെ ഇത്രയും പഴക്കം ചെന്ന ഈ കെട്ടിടം ഇടിച്ചു പൊളിച്ച് പുതിയൊരു കെട്ടിടം നിർമ്മിക്കാമെന്ന ആശയം പലരും മുന്നോട്ട് കൊണ്ടുവന്നിരുന്നു. എന്നാൽ ഏറെ ചരിത്ര പ്രാധാന്യമുള്ള ഇതുപോലുള്ള പലതരത്തിലുള്ള സംഭവങ്ങൾ നിലനിൽക്കുന്ന ഒരു സ്മാരകം കൂടിയായ കെട്ടിടം അങ്ങനെ പൊളിച്ച് കളയണ്ട എന്നാണ് സർക്കാർ നിലപാടും. ഇതുവരെ ആരും തന്നെ അതിന് തയ്യാറെടുത്തിട്ടുമുണ്ടായിരുന്നില്ല. പഴയ കെട്ടിടമായതുകൊണ്ട് തന്നെ ഈ നവീകരണ പ്രവർത്തനങ്ങൾ വളരെ പാടുള്ളത് തന്നെയാണ്, ഏറ്റവും ബുദ്ധിമുട്ടേറിയതാണ്. ഏകദേശം 4.2 ഏക്കറാണ് ക്ലിഫ് ഹൗസിൻ്റെ കോമ്പൗണ്ട് ഏരിയ എന്ന് പറയുന്നത്. ഇതിനുള്ളിൽ തന്നെ വേറെ മന്ദിരങ്ങളുമുണ്ട്. ഇനി ക്ലിഫ് ഹൗസിൻ്റെ ഒരു പ്രത്യേകത പറയുകയാണെങ്കിൽ, കൊളോണിയൽ ഇംഗ്ലീഷ് വാസ്തുശില്പ രീതിയും ഒപ്പം കേരളീയ വാസ്തുശില്പ രീതിയും ഒക്കെ സമന്വയിപ്പിക്കുന്ന രീതിയിലുള്ള രൂപകൽപ്പനയാണ് ഈ മന്ദിരത്തിനുള്ളത്. ഇപ്പോഴും അത് കാണാൻ വളരെ ഭംഗിയേറിയതാണ്. 15,000 സ്ക്വയർ ഫീറ്റാണ് ഇതിൻ്റെ വലിപ്പം. 7 കിടപ്പുമുറിയാണ്, ബെഡ്റൂമാണുള്ളത്. ഒരു ഓഫീസ് റൂമുണ്ട്, കോൺഫറൻസ് ഹാളുണ്ട്. ഒപ്പം തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും മറ്റ് സഹായികളുടെയും ഉപയോഗത്തിന് വേണ്ടി 2 കെട്ടിടങ്ങളും കോമ്പൗണ്ടിനുള്ളിൽ തന്നെ നിർമ്മിച്ചിട്ടുണ്ട്. ഇതുകൂടാതെയുള്ള നിർമ്മാണ പ്രവൃത്തികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.